വെൽക്കം മോൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ റിയലൈസേഷൻ ഓഫ് സോൾവ് ഫംഗ്ഷൻ y is equal to ab plus a bar into b bar യൂസിങ് നോർ ഗേറ്റ്സ് ഓൺലി എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നത് എങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് y is equal to ab plus a bar ഡോട്ട് ബി ബാർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്ത് മാത്രം ചെയ്യാൻ പറയുക എന്ന് കരുതുക. ഇത് നാൻഡ് ഗേറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യാനും ചോദിക്കും. ഇത് നമ്മൾ നേരത്തെ നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നോർ ഗേറ്റ് വെച്ച് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം നോർ ഗേറ്റിൻ്റെ ഒരു സിമ്പിൾ നോക്കുകയാണെങ്കിൽ ഓർ ഗേറ്റിനെ ഇൻവേർട്ട് ചെയ്തതായിരിക്കും നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോർ ഗേറ്റ് മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എടുക്കാവൂ. സോ നമുക്കിപ്പോൾ എയും ബിയുമാണ് ഇതിൻ്റെ ഇൻപുട്ടെങ്കിൽ ഒരു നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്? എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്നായിരിക്കും വരുന്നത് അല്ലേ? എന്താണോ ഓർ ഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻവേർട്ട് ചെയ്ത ഓപ്പറേഷൻ ആയിരിക്കും നോർ ഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഇനി എങ്ങനെയാണ് നമുക്ക് നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്? അതിന് ഏതൊരു എക്സ്പ്രഷൻ ആണെങ്കിലും നമുക്കതിനെ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂവിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നതല്ല. ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. സോ എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി ബാർ ആണെന്ന് നമുക്ക് ഡി മോർഗൻസ് ലോയിൽ പറയുന്നുണ്ട്. സോ ഈ തന്നിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷനെ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റുള്ള ആ ഒരു ബാറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്താൽ എ ബി ബാർ ഇൻറ്റു എ ബാർ ബി ബാർ ഹോൾ ബാർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഡി മോർഗൻസ് ലോ വെച്ചിട്ട് ആ ഒരു കോംപ്ലിമെൻറ്റ് ചെയ്ത ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് എന്താണ് ഇതിപ്പോൾ നാൻഡ് ഗേറ്റ് വെച്ച് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലേ ആയിട്ടുള്ളൂ. നമുക്കതിനെ നോർ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന പാകത്തിലാക്കണം. അപ്പോൾ എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ പ്ലസ് ബി ബാർ ആണെന്ന് ഡി മോർഗൻസ് ലോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡി മോർഗൻസ് ലോയുടെ ആ രണ്ട് തിയറം പറയുകയാണെങ്കിൽ എ ബി ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ലൈനിൽ എ ബി ബാറിനെ സ്പ്ലിറ്റ് ചെയ്താൽ എ ബാർ പ്ലസ് ബി ബാർ എന്ന് കിട്ടും. അതുപോലെ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എ ഡബിൾ ബാർ പ്ലസ് ബി ഡബിൾ ബാർ എന്ന് കിട്ടും. പിന്നെ ഹോളായിട്ട് ഒരു ബാർ നമുക്ക് മുകളിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോട്ട് ഫംഗ്ഷൻ അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ലൈനിലും നമുക്ക് എന്താണ് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം. ഇതിപ്പം എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. എ ഇൻറ്റു ബി ബാറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എ ബാർ പ്ലസ് ബി ബാർ എന്ന് കിട്ടും. അതുപോലെ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്താൽ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ പ്ലസ് എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. എ പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ മുകളിൽ നമുക്കൊരു ബാറും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നോർ ഗേറ്റ് മാത്രം വെച്ച് വരയ്ക്കാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം ആ ഒരു ഡോട്ട് ഫംഗ്ഷനൊക്കെ മാറിയിട്ട് നമുക്ക് ആ ഒരു പ്ലസ് ചെയ്യുന്നൊരു ഫംഗ്ഷനായിട്ട് വന്നിട്ടുണ്ട്. കോംപ്ലിമെൻറ്റ് ചെയ്തും വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോർ ഗേറ്റ് മാത്രം വെച്ച് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് എ കോംപ്ലിമെൻ്റ് എടുക്കാം. എയെ കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നോർ ഗേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് കിട്ടും. അതുപോലെ ബിയെ കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ബി എന്നുള്ള ഇൻപുട്ട് ഒരു നോർ ഗേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ബാർ കിട്ടും. ഇപ്പോൾ എ ബാറും ബി ബാറും ആയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യണം. ഒരു ബാറും വരണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓർ ഗേറ്റ് യൂസ് ചെയ്യാം. നോർ ഗേറ്റ് യൂസ് ചെയ്താലാണ് അതിന് കോംപ്ലിമെൻറ്റ് വരുന്നത്. സോ എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടൈമിനെ നമുക്ക് ഉണ്ടാക്കാം. എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ എ എടുക്കുന്നു, ബി എടുക്കുന്നു, ഒരു നോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. എയും ബിയും കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്നാണ് കിട്ടുന്നത്. അതായത് ഓർ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിനോടൊപ്പം ഇൻവേർട്ട് ചെയ്യുന്നു. അതാണല്ലോ നോർ ഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് ടേമും ആയിട്ടുണ്ട്. എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാറും
എ പ്ലസ് ബി ദ ഹോൾ ബാറും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോർമലി ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓർ ഗേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഫുള്ള് നോർ ഗേറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന്. സോ നമുക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്യാം. നോർ ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് വരുന്നു. അതിനോടൊപ്പം ഒരു ബാറും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എക്സ്പ്രഷനിൽ റെഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നതല്ല, പക്ഷേ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഇപ്പം എ കോംപ്ലിമെൻറ്റിനെ നമുക്ക് എ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഡബിൾ ബാർ ചെയ്താലാണ് എ ആകുന്നത്. അപ്പോൾ അതുപോലെ ഈ വന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഡബിൾ ബാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ തന്നിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു നോർ ഗേറ്റിലേക്ക് കൊടുക്കുക. അതായത് ഇവിടെ ആ ഉണ്ടായിരുന്ന വാല്യൂവിനെ ഒന്നും കൂടി കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2 ബാർ വരുന്നു. അപ്പോൾ അത് എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു നോർ ഗേറ്റ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത്. ഏതൊരു എക്സ്പ്രഷൻ തന്നിരുന്നാലും അതിനെ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതോടൊപ്പം ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റെഡ്യൂസ് ചെയ്ത് നോറിൻ്റെയോ നാൻഡിൻ്റെയോ ഫോമിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നത്. സോ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്ത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.